C D E F G. I learned to X, how'd you do my name? The one you met at the campus day. Wait until you see her, you'll agree. Zoom, 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 zoom. A B C D E F G. എടുക്കും സ്ഥലത്തേക്ക് എത്താനായിട്ട് 4 മണിക്കൂർ എടുത്താലും 12:30 നമ്മളവിടെ എത്തേണ്ടതാണ്. പക്ഷെ 1 മണിക്കൂർ നമ്മൾ ലഞ്ചിന് ബഫർ ഇടുന്നു. 1 മണിക്കൂർ ബഫർ ഇട്ട് കഴിഞ്ഞാൽ 2 മണിക്ക് നമ്മൾ ചെക്കിൻ ചെയ്യണം. ചെക്കിൻ ചെയ്തിട്ട് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പൂളിൽ ചാടണം. ഒരു ഒന്നീ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു നമ്മൾ എന്റെ ചൊറി പിടിച്ച കയ്യിൽ കാൽവരി മൗണ്ട് 5 മണി ടണലുണ്ട് 1/2 മണിക്കൂറോളം. 2,000 years later. വ്ളോഗിനോട് എന്തെങ്കിലും പറ. നമ്മള് എന്ത് ട്രിപ്പിന് പോകണമെങ്കിലും നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ. എന്നാലും അതിന്റെ ഒരു എല്ലാം ശരിയാകുള്ളൂ. ഇപ്പൊ എണീറ്റ് വന്നുള്ളൂ. സമയത്ത് 7 മണി 7:30 ആയിട്ടുണ്ടാവും. 8:30 പോകാനാണ് പ്ലാൻ. റെഡി ആവാൻ പോവുകയാണ്. ഇവിടെ എന്തെടുത്തിട്ടൊരു അപ്പൊ എന്താ അത് ഫോട്ടോഗ്രാഫറിന്റെ ഗുണം. നല്ല സാധനം ഫോട്ടോ എടുക്കാം. ആൾക്കാരുടെ അല്ല അല്ലാണ്ടുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ. ഞാൻ സാധാ എന്തൊക്കെ എടുത്തേക്കണ്ടേ? ബ്രഷും പേസ്റ്റും എടുത്തേക്കണ്ടേ? ജോ നിന്റെ ബ്രഷ്. ഹലോ ഇന്നലെ സിനിമ കണ്ട ഹിന്ദിക്കാരനെ എവിടെ ഉള്ളതെന്ന് പറഞ്ഞ ഓക്കേ. 8 മണിക്ക് ഇറങ്ങാന്നായിരുന്നു പ്ലാൻ. 8:06 ഞങ്ങളുടെ അടുത്ത പരിപാടി രാമക്കൽ വീട്. പറക്കാം അവിടെ പറക്കാം എന്നുള്ള ഐഡിയയിലാണ് പോകുന്നത്. അവിടെ രാമക്കൽ വീട്. നമ്മള് ഉപ്പെടുക്കാണ് അട്ടകടി കൊള്ളാണ്ടിരിക്കാൻ. ഫിയർ ഓഫ് അട്ട. ലീച്ച്. ഇതാണ് ലീച്ച്. മറ്റേതൊക്കെ സെന്റിപീഡ്. ഇവിടെ പാചകം ചെയ്യാറുള്ള ഉപ്പിന്റെ അളവുണ്ടാവും. ഉപ്പ് ഇത്ര മതിയാ? മതി മതി. നമ്മള് സോഡ സർബത്ത് ഉണ്ടാക്കിയല്ല പോണത്. മതി മതി മതി. കൊറേ വട്ടം എടി മതിടി. താനട്ടക്ക് തീറ്റ കൊടുക്കാൻ പോണോ? പേടിയാട്ടനെ വൃത്തിയായിട്ട് ചെയ്തിട്ടോ. അട്ടനെ പറ്റി സംസാരിക്കുമ്പോ തന്നെ വേർക്കണേ. ചേട്ടന്മാരെ ചേച്ചിമാരെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം നമുക്ക് പറക്കണം. ഐ മീൻ കാറ്റുള്ള സ്ഥലത്ത് പോണം. സമയം അയ്യേ ബിഗ് ബോസ് നീ വരുന്നണ്ടാ? നീ ഇന്ന് സന്തോഷിക്കണേ വരാന്ന് വിചാരിച്ചിട്ടാണ്. ചെമ്മി പോയി ചെമ്മി. ഇവരിതിന്റെ പറ്റിച്ചിട്ട് അല്ല ആർക്കും ലിഫ്റ്റ് പിടിക്കാൻ പറ്റുള്ള ബാഗ് എല്ലാവരും തൊപ്പിട്ടിട്ട് തൊപ്പിയോട് കൂട്ടി. നിന്റെ വേണം. നിനക്ക് ഇഷ്ടമായി
പുത്തൻ പോളോ റോളോ ബില്ല് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. സ്നാക്ക് ഹണ്ടിങ് കഴിഞ്ഞു. കുറെ പിന്നെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ച ഡയറ്റ്. കൊടുക്കുന്ന കുഴിയുള്ള വഴിയിലേക്ക് ഫുൾ ടാങ്ക് ഡീസൽ. പെട്രോൾ അടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. കുറച്ചേ പോകുന്നുള്ളൂ, പക്ഷെ അപ്പോഴത്തേക്കും പെട്രോൾ തീർന്നില്ല. അതെ, ഞങ്ങളെല്ലാം ഭയങ്കര എല്ലാം പെട്രോൾ ബാധിക്ക് വെച്ച് ഇനി വീണ്ടും തീർന്നു പോയാലോ ഞങ്ങൾ. ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മള് വന്ന വഴി മാപ്പ് നമ്മളെ തെറ്റിച്ചു ചതിച്ചു. ഇങ്ങനെയുള്ള വഴിയാണ് വന്നത്. പ്രശ്നമായി. സ്ട്രോങ് ചായ കുടിക്കാന്ന് വെച്ചു. മിക്സ് ചെയ്തിട്ട് കായ ഇനിയിപ്പോ മൊത്തം ചായ പിന്നെ കുത്തി കുത്തി പറയണേ. റൂം ഒരു സാധനം പോലെ റൂം റൂം എക്സ്ട്രാ ബെഡ് ബാത്റൂം ഫുട്ബോൾ കളിക്കാലോ. എന്റെ അമ്മേ എക്കോസ്. നമുക്കൊരു സെറ്റ് സ്ഥലം. തലയിടാൻ പറ്റും. എന്റെ തല ഇടാൻ പറ്റും, എന്റെ ഒന്നും ഇടാൻ പറ്റൂല. എന്റെ തല ഭയങ്കര വലുത. ഇത് ഇവരുടെ റൂം, അത് ഞങ്ങളുടെ റൂം. നമ്മളിപ്പോ ഞങ്ങളുടെ റൂമിലേക്കാണ്. ഇവിടെ ഹൈ റേഞ്ച് ഉണ്ട്. വലത് കാലിൽ വെച്ച് കയറാൻ പറഞ്ഞപ്പോ ഇടത് കാലിൽ വെച്ച് തന്നെ കയറി. കരണ്ട് പോയി. കരണ്ട് ഇപ്പൊ തന്നെ വരും എന്നാണ് അവര് പറഞ്ഞത്. എന്നാലും കാണാം. അത് നമ്മള് നേരത്തെ ബുക്ക് ചെയ്തതാ എക്സ്ട്രാ ബെഡ്. ബാക്കിയൊക്കെ സെയിം കൊള്ളാം. ഇവിടെ ടീപ്പോയും കസേരയൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ റൂം. കൊള്ളാം, പീസ്. അപ്പൊ ഗൈസ് നമ്മുടെ പ്ലാനൊക്കെ ചെറുതായിട്ട് മാറ്റി. എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നമ്മളെ റിസോർട്ടില് കിടന്ന് രാവിലെ ഫ്രഷ് ആയി പോകാനായിരുന്നു. പക്ഷെ രാവിലെ നമുക്ക് എണീക്കാൻ കുറച്ച് മടിയായതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇപ്പൊ കറങ്ങാനുള്ള കാഴ്ചയൊക്കെ കണ്ട് നമ്മള് രാത്രി പോയി കിടക്കുന്നു. രാവിലെ കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിയിട്ട് രാവിലത്തെ ബാക്കി ട്രിപ്പ് പോകാനുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേ ടു രാമക്കൽ മേട്. അത് കഴിഞ്ഞിട്ട് ഒരു കാറ്റാടിപ്പാറയിലേക്ക് പോകും. മഴ ചെറുതായിട്ട് ചെറിയ മഴക്കാറ് കാണുന്നുണ്ട്. മഴ പൊടിയുന്നുണ്ട്. ചന്ദ്രോത് എഫക്ട് ഇട്ടാനായിട്ട് പിന്നെ വൈപ്പർ ഓണാക്കി ഗ്യാങ് ബാങ് ചെയ്തിട്ടുണ്ട്. അച്ചാരം മുടിച്ചാരം അട്ടേർന്നു എന്റെ മേത്ത്. അതായത് ഒരു അട്ടേര് ഞാൻ കണ്ടത് ഒരു ദിവസം കഴിഞ്ഞിട്ടാ. ഒരു ദിവസം ഫുൾ എന്റെ ബ്ലഡ് കുടിച്ച്. ഞാൻ പല സ്ഥലത്തും പല കാട്ടിക്കൂടെ നടന്നിട്ടുണ്ടെങ്കിലും എന്റെ ഇതൊരു ഒരു അട്ട പോലും കടിച്ചിട്ടില്ല. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് പോകുമ്പോ എന്നെ കടിക്കും. കാരണം കഴിഞ്ഞ അവിടെ ഞാനിത് പറഞ്ഞതും എന്നെ കടിച്ചു.
ഞങ്ങളിപ്പോ എവിടെയാ രാമക്കൽ വ്യൂ പോയിന്റ് വന്നേക്കാം. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ വെച്ച് ഇവിടെ ആരും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. പട്ടേനെ പേടിയുള്ളതുകൊണ്ട് ഉപ്പായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. സോ വി ആർ വാക്കിംഗ് ടു ഗോ അപ്പ് the viewpoint to have cute doggos. Cute doggos. ഇത് അടുത്ത ലെഗ് ഡേയാ. മനസ്സിലായിട്ട് വണ്ടി കൊണ്ട് ഇങ്ങനെ അവിടെ കൊണ്ട് താഴെ ഇടുക, എന്നിട്ട് അങ്ങോട്ട് പോവാ. അപ്പൊ അവിടെ വേറെ ടിക്കറ്റ് ആണോ? ഇല്ല, അവിടെ ടിക്കറ്റ് ഇല്ല. ഇവിടെ നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇവിടെ പോടുവാ. ഞാൻ ഞാൻ പറഞ്ഞേ, കാറ്റില്ലെങ്കിൽ കഷ്ടപ്പെട്ട അവിടം വരെ പോകേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷുകാർ ഇടുക്കി ഡാം പണിയാൻ വന്നപ്പോ ഇവിടെ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത് കുറവൻ ട്രൈബും കുറത്തി ട്രൈബും ചേർന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ മലയുടെ ഇപ്പുറത്തെ സൈഡ് കുറവൻ, അത് ഏത് സൈഡാന്ന് എനിക്കറിയില്ല, ഒരു സൈഡ് കുറവന്റെയും മറ്റത് കുറത്തിയുടെയും സൈഡാണ്. അതുകൊണ്ടാണ് കുറവമലയും കുറത്തിമലയും എന്ന് പറയണേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് റെഡിയാക്കി കൊടുത്തതാണ് ഈ സ്ഥലങ്ങൾ, ഈ രണ്ട് ഭാഗത്തുള്ള സ്ഥലങ്ങൾ താമസിക്കാനൊക്കെ ആയിട്ട്. പിന്നീട് ആരോ സ്റ്റാച്ചു ഒക്കെ പണിത് സെറ്റപ്പ് ആക്കി ഞാൻ കുറവൻ കുറത്തി. ഈ കാണുന്ന സ്റ്റേജ് എടാ ഗൈസ്, എടാ നമ്മളിവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ചന്ദ്രുവിന്റെ 100. മാങ്ങ തിന്നു, പൈനാപ്പിൾ തിന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ വരാതെ ഉള്ളവർക്കൊന്നും ഞാൻ ഇവിടെ കൊടുത്തില്ല. ഞങ്ങൾ ഉപേക്ഷിച്ചു. മറ്റൊരു ചേച്ചി വീഡിയോയിൽ പറഞ്ഞ അയച്ചിട്ടുണ്ടോ? പുള്ളിക്കാരി എവിടെയാണ്? ഇപ്പൊ കാണാറില്ല. എടാ പൈനാപ്പിൾ ജോബിന് കൊടുക്കണം കേട്ടോ. പറക്കടി. റീല് കണ്ടോണ്ടല്ലോ നമ്മള് പിന്നെ പറക്കണം അല്ലെ? ഞങ്ങൾ പറക്കാനായി കാറ്റാടിപ്പാടം വന്നിരിക്കുകയാണ്. നേരത്തെ പുളിയുടെ വടി എടുത്ത് എനിക്ക് നാളെ പടപടിച്ച ആരായാലും പറക്കും. അത് ഇവിടെ എന്തൊക്കെയോ ഞാനൊന്നുമില്ല അവര്. ഇപ്പം കണ്ടോ കേസ് വലിപ്പം കണ്ടോ? നമ്മള് ഒരു പണിയാ, നമുക്ക് തിരിച്ചു പോവാം. നീ കുറച്ച് അല്ല ഇരിക്കും കുറച്ച്. എന്റെ പണി കാറ്റില്ല, കാലും പോയി. ഉള്ള കാറ്റും പോയി. പേരിന് ഒരു മുടി പറക്കണ്ടോന്ന് നോക്കി. കൊടുങ്കാറ്റാണ് സമരകാലത്ത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരു വൈസ് ചെയർമാൻ എന്ന പുല്ലാമ്പൂലും കാറ്റാടി എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുള്ള. മിസ്റ്റർ കാറ്റാടി പറക്കണില്ലേ? ഡോറെമോൻ
പറന്ന് അത് മനസ്സിലായി ഏതാണെന്ന് എന്താണ് ഇത് കാറ്റാടി ഉണ്ടോ ബാക്കില് നന്നായിണ്ട് കാറ്റാടി ഉണ്ടോന്ന് ചോദിച്ചത് നന്നായിട്ടുണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് സുഖം കളിയുന്നുണ്ട് നല്ല സുഖമുണ്ട്. നീര് കാണിച്ചു കൊടുക്കണം ആഴം എവിടെ എവിടുന്ന ആഴം കയ്യിലൊക്കെ കോച്ച് ഞാനൊന്നും നനഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് വരട്ടെ. സുഖു ഏത് കരയിലെ തൊറയിലെ രണ്ട് പ്രവൃത്തി, ഒരു പാറ്റ, രണ്ട് വണ്ട്, ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇറങ്ങി ഒറ്റ ചാട്ടം ചാട്ടി ഞാനല്ലേ പറയണേ. ഇപ്പൊ തണുപ്പൊക്കെ മാറണം. ഇനി പയ്യെ- ഒന്നുമില്ല. ഇല്ല, ടൈം നീ കാല് കയറ്റും. കാല് കയറ്റും. ഇല്ല, ഇല്ല, ഇല്ല. കാല് കയറ്റും നീ. ഇനി വെള്ളത്തിന് ചെറിയൊരു ചൂട് ഇട്ടിട്ടുണ്ട് നമ്മുടെ കാലിനൊക്കെ. നമ്മൾ തന്നെ പുഷ് ചെയ്യണം. നമ്മൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ കയറണം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്ലാൻ നമ്മൾ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളെല്ലാം പാക്കൊക്കെ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് കമ്പം തേനി പോകും. അവിടെ മുന്തിരിത്തോട്ടമുണ്ട്, അത് കാണാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു. ഓടി ഓടി ഓക്കെ അഭി ചെയ്തോ ചെയ്തോ ഓക്കെ വാ എല്ലാരും വാ. അയ്യോ ഞാൻ വരണ്ടേ സോറി. എല്ലാരും വാ, എല്ലാരും. ഓക്കെ ഓക്കെ നേരെ ജോർജ് പോവില്ലേ. നീ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കാണിച്ചു. ഞാനും അഭി ഇതല്ലേ കാണിച്ചേ. അത് വെച്ചത് വേണ്ട, അതല്ലപ്പാ. ഞാൻ വിളിക്കട്ടെ. ഞാൻ കേട്ടില്ല. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസത്തെ അവസാനിച്ച് ഞങ്ങൾ പോകും. ഇവിടുന്ന് എങ്ങോട്ടാ പോണെന്ന്? ഇവിടെ നമ്മൾ കമ്പന്തേനി. അല്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി 8 മണിക്ക് സൂക്ഷ്മ ദർശനിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ സിനിമ കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഓടിപ്പടച്ച ആറെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞ് കിടക്കണം. ഭയങ്കര ഹമ്പിളാണ് അവൻ. മുന്തിരിക്ക് റെസ്പെക്ട് കൊടുത്ത് കുഞ്ഞു കുറച്ച് വിനയം കൂടിപ്പോയോ സാർ? ദുഷ്ടന്മാര് ദൈവം പല പോലെ മുടിയൊക്കെ കുറച്ച് ഇവരിപ്പോ പൊക്കമുള്ളവരുന്ന് മുന്തിരിത്തോപ്പിൽ വർക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നു. സർക്കേട്ട് ഓ, നിങ്ങക്കിപ്പോ പാടത്തിന്റെ മേളിലും കാണാൻ താഴെ കാണാം. മുന്തിരിക്കള്ളന്മാർ തിരട്ടുകൈ അഥവാ കണ്ട മുന്തിരികള് കണ്ടോ നിങ്ങളെ?
ഇല്ല. അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ടൈം എത്തിയിട്ട് കുറച്ചായി. അതെ, എത്തിയിട്ട് കുറച്ചായി. നമുക്ക് 8 മണിക്ക് പടത്തിന് ബുക്ക് ചെയ്തുകൊണ്ട് 7 മണിക്ക് എത്തി. സിനിമയ്ക്ക് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ഓവറോൾ ഇന്നലത്തെയും അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. കാരണം ആരും കാണാൻ പോണത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണവർക്ക് KFC മുട്ട പപ്സും ഒക്കെ വാങ്ങി ആരും കമന്റ് ഞങ്ങളെ പറ്റിച്ചവരാണ് നിങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന 36 പേരുണ്ടല്ലോ, നന്ദിയുണ്ട് നിങ്ങൾ. Nobody. മീന